إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ദീനിൻ്റെ പേരിൽ ഗൗരവമുള്ള ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നമുക്ക് മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥനായ നമ്മുടെ ഒരു മേലുദ്യോഗസ്ഥനോ നമ്മളിൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ആളോ ഒക്കെ അവർ നമ്മളെ നോക്കുന്നു, നിരീക്ഷിക്കുന്നു എന്ന ബോധമുണ്ടായിരിക്കെ അവരെ വെറുപ്പിക്കാതിരിക്കുക എന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നത്, അവർക്ക് അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കുക എന്നത് മിനിമം നമ്മളൊക്കെ പാലിക്കുന്ന ഒരു മര്യാദയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്ന, അധികരിപ്പിക്കുമായിരുന്ന ദുആ ആണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖ് വൽ അഅ്മാൽ വൽ അഹ്വ. 3 കാര്യങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുകയാണ്. ആ 3 കാര്യം: 1, മുൻകറാത്തിൽ അഖ്ലാഖ്, വെറുക്കപ്പെട്ട മോശപ്പെട്ട സ്വഭാവങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്നതാണ്. വൽ അഅ്മാൽ, വെറുക്കപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ, നീ എനിക്ക് കാവലിനെ തരണേ. വൽ അഹ്വ, ഇച്ഛകളിൽ നിന്ന്, മോശപ്പെട്ട ദേഹേച്ഛകളിൽ നിന്ന്, ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ദുആ ആയി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വെറുക്കുന്ന, അവൻ ഇഷ്ടമില്ലാത്ത സ്വഭാവങ്ങളും പ്രവർത്തനങ്ങളും ദേഹേച്ഛകളും മാറ്റി നിർത്തുക എന്നത് റഹ്മാനായ റബ്ബിനെ ഗൗരവത്തോടുകൂടെ കാണുന്ന, അവനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുന്നവരൊക്കെ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അവൻ വെറുക്കുന്ന, അവൻ അടുപ്പിക്കാതിരിക്കാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ അങ്ങനെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. പ്രവാചകൻ പറഞ്ഞു, ഇന്നല്ലാഹ കരിഹ ലക്കും സലാസൻ, നിശ്ചയമായും അള്ളാഹു 3 കാര്യങ്ങളിൽ നിങ്ങളിൽ വെറുപ്പുണ്ടാക്കിയിട്ടുണ്ട്. 3 കാര്യങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാവുക എന്നത് അള്ളാഹുവിന് വെറുപ്പാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഖീൽ വഖാൽ, ഒന്നാമത്തേത് കേൾക്കുന്നതൊക്കെ പറയുക എന്ന സ്വഭാവമാണ്. രണ്ടാമത്തേത് ഇളാഅത്തുൽ മാൽ, പണം അത് വെറുതെ കളയുക എന്നതിലാണ്. മൂന്നാമത്തേത് കസറത്ത സുആൽ, അധികരിപ്പിച്ച ചോദ്യമാണ്.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി. ഇത് നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഒന്നാമത്തെ കാര്യം, കേട്ടതൊക്കെ പറയുക. ഖീൽ വക്കാൽ എന്ന് പറഞ്ഞാൽ പിന്നെ വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുക. അതിന് പല ഉദ്ദേശങ്ങളോടുകൂടെ അങ്ങനെ നിർവഹിക്കുന്നവരുണ്ടാകാം. ഇത് പലപ്പോഴും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മളൊന്നും അതൊരു തെറ്റായി കാണുന്നില്ല എന്നതാണ് പ്രശ്നം. അങ്ങനെ ആളുകൾക്ക് വാർത്തകൾ എത്തിച്ചു കൊടുക്കുക, ആ വാർത്തയുടെ സത്യാവസ്ഥ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത കാര്യം, ചിലപ്പോൾ അത് തമാശക്കായിരിക്കും, ചിലപ്പോൾ പിന്നെ അത് ആദ്യം അറിയിക്കേണ്ടത് ഞാനാണ് എന്നുള്ള നമ്മളിലുള്ള ഒരു ഫാൾസ് ഈഗോ കൊണ്ടായിരിക്കും. അതുമല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലാഭം കിട്ടാൻ വേണ്ടിയിട്ടുമായിരിക്കും. അതായത് സത്യമാണോ ഇല്ലെന്നുള്ളതൊക്കെ പോട്ടെ, ഇപ്പം ആ വിവരം രണ്ടാളെ അറിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗുണമുണ്ട്, അത് കച്ചവടത്തിൽ ഗുണമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളായ ആളുകളെ അവരുടെ ഒരു ഇമേജ് കുറയ്ക്കാൻ അത് കാരണമാകും എന്നൊക്കെ തരത്തിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ബോധ്യമില്ലാത്തൊരു കാര്യം മറ്റാളുകൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കുക, പറയുക എന്നത് ദുഷിച്ച സ്വഭാവമാണ്. അത് ഇഹലോകത്തും പരലോകത്തും അവന് നഷ്ടങ്ങൾ ഉണ്ടാക്കും. റഹ്മാനായ റബ്ബ് അവന് വെറുക്കാൻ അത് കാരണമായി തീരും. വലിയ ഗൗരവത്തോടുകൂടെ നമ്മൾ കാണേണ്ടതാണ് എന്നർത്ഥം. അത് പ്രചരിപ്പിക്കുന്നിടത്ത് വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ പറയുന്ന കാര്യം വാസ്തവത്തോട് യോജിക്കുന്നതാണോ എന്നത് പരിശോധിക്കലാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കഫാ ബിൽ മർഇ കദിബൻ അയുഹദ്ദിസ ബികുല്ലി മാ സമിഅ. ഒരാൾ കള്ളനാകാൻ, പറയുന്നത് കളവായി തീരാൻ എന്തുമാത്രം മതി, അവൻ അറിയുന്നതും കേൾക്കുന്നതും ഒക്കെ പറയുക എന്ന സ്ഥിതി സ്വീകരിച്ചാൽ തന്നെ മതി. അപ്പൊ കേൾക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു, ആളുകളോട് പറയുന്നു. ഇതിനപ്പുറത്ത് പ്രത്യേകിച്ച് പുതിയ കാലത്ത്, സോഷ്യൽ മീഡിയ കാലത്ത്, വാർത്തകൾ അതിവേഗം പ്രസരിക്കുന്ന കാലത്ത്, ഏത് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആളുകൾക്കിടയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു കാലത്ത്, അതിനുള്ള മാധ്യമങ്ങൾ നമ്മുടെ ഒക്കെ വിരൽത്തുമ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, പ്രിയപ്പെട്ട വിശ്വാസികളെ, ഈമാനിനെയും വിശ്വാസത്തെയും മുൻനിർത്തി ഇതിനെക്കുറിച്ച് ഞാനും നിങ്ങളും ഒരു ഗൗരവമായ പരിശോധന നടത്തണം. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ, നമുക്ക് അത് സോഴ്സിൽ നിന്ന് ശരിയാണ് എന്ന് ഉറപ്പുവരുത്താൻ പറ്റാത്ത കാര്യങ്ങൾ അതേത് വിഷയത്തിലായാലും നമ്മൾ പ്രചരിപ്പിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ദീനിന്റെ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ അതിന് കുറെ കൂടെ ഗൗരവമുണ്ട്. അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും ദീനിനെ കുറിച്ചും ഒക്കെ ആധികാരികമായി പറയേണ്ടവർ പണ്ഡിതന്മാരാണ്. അതിനപ്പുറത്തേക്ക് കടന്ന് നമുക്ക് ലഭിച്ച വിവരങ്ങൾ, നമുക്ക് അറിഞ്ഞ കാര്യങ്ങൾ, ഏതോ അരികിൽ നിന്ന് നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ വെച്ച് അനുമാനിച്ച് നമ്മൾ തീരുമാനങ്ങൾ പറയുക, അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നത് വലിയ രൂപത്തിലുള്ള കാര്യമാണ്. ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ മാ ലഹറ മിൻഹാ വമാ ബതൻ വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ് വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. മോശപ്പെട്ട കാര്യങ്ങൾ എണ്ണി പറയുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫവാഹിഷകൾ എനിക്ക് ഹറാമാണെന്ന് പ്രവാചകരെ താങ്കൾ പറയുക. അതുപോലെ തന്നെ പ്രകടമായും അല്ലാതെയും തിന്മയുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് നിങ്ങൾ പറയുക. ശിർക്കിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് താങ്കൾ ഉത്ബോധിപ്പിക്കുക. മാലം യുനസ്സിൽ ബിഹി സുൽത്താന, അള്ളാഹു വ്യക്തമായ പ്രമാണം അവതരിപ്പിച്ച് നമുക്ക് ബോധ്യപ്പെട്ടതല്ലാത്ത കാര്യങ്ങളിൽ തൊട്ടാണ്. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ബോധ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. ദീനിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും നമ്മളത് പറയാൻ അർഹരാണോ, നമുക്കതിന് യോഗ്യതയുണ്ടോ, നമ്മൾ പറയേണ്ട ഒരു വിഷയമാണോ എന്നതൊക്കെ നമ്മൾ പരിശോധിക്കണം. വെറും ഖുർആൻ ക്ലാസ്സിന് പോകുന്ന ആളുകളാണ് നമ്മൾ, ഖുത്ബ കേൾക്കുന്ന ആളുകളാണ് നമ്മൾ, ഖുർആനും ഹദീസും ഒക്കെ അതിന്റെ മൂലഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തവരാണ് നമ്മളെങ്കിൽ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് മാത്രം സംസാരിക്കുക. നമ്മളൊരു വിധി പറയാൻ പാടില്ല. ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നിടത്തുമുള്ള സൂക്ഷ്മത നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്നർത്ഥം. രണ്ടാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇളാഅത്തുൽ മാൽ, പണം അത് അധികമായി ചെലവഴിക്കുന്നതിനെ, അതിനെ നഷ്ടപ്പെടുത്തി കളയുന്നതിനെ കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കണം. അത് റഹ്മാനായ റബ്ബിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. കേൾക്കുമ്പം എന്താപ്പ എൻ്റെ പണമല്ലേ, ഞാൻ സമ്പാദിച്ചതല്ലേ, ഞാൻ സമ്പാദിക്കുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ചെലവഴിക്കാനും ആസ്വദിക്കാനും അല്ലേ എന്നൊക്കെ ന്യായീകരണങ്ങൾ നമുക്ക് മനസ്സിൽ തോന്നിയേക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത, ഇപ്പോൾ ഇബാദുർ റഹ്മാന്റെ അടയാളങ്ങൾ പറയുന്നിടത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അവർ ചെലവഴിക്കുന്ന സമയത്ത് ദൂർത്ത് കാണിക്കുകയുമില്ല, പിടിച്ചു വെക്കുകയുമില്ല. അത് രണ്ടിനും ഇടയിൽ നിന്നുകൊണ്ടാണ് അവർ ചെലവഴിക്കുക. അപ്പൊ പണം ചെലവഴിക്കുന്നിടത്ത് കൃത്യമായ ചോദ്യോത്തരങ്ങളുണ്ട് എന്ന ബോധ്യമാണ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. ഇത് ആവശ്യമാണോ, അതല്ല അത്യാവശ്യമാണോ, അനാവശ്യമാണോ എന്ന കാറ്റഗറിയിലേക്ക് വകതിരിക്കാതെ നമുക്ക് തോന്നുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ അപ്പോഴപ്പോൾ വാങ്ങുക, ചെലവഴിക്കുക. പ്രത്യേകിച്ചും ഒരു ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് വളരെ പെട്ടെന്ന് പോയിട്ടുള്ള ആളുകളാണ് നമ്മൾ. വാങ്ങാനും സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഇന്ന് ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ, അത്തരം ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ, ഇതെന്താണ് ഞാൻ വാങ്ങുന്നത്, ഇതിൻ്റെ ആവശ്യമാണോ, അതല്ല അത്യാവശ്യമാണോ, അതല്ല അനാവശ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം.
പണം ചെലവഴിക്കുന്നിടത്ത് ഈ സൂക്ഷ്മത കാണിക്കാതിരുന്നാൽ, പണം മാത്രമല്ല സഹോദരങ്ങളെ, എല്ലാ വിഭവങ്ങളും അത് ചെലവഴിക്കുന്നിടത്തും ഉപയോഗിക്കുന്നിടത്തും ഈ സൂക്ഷ്മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഇലക്ട്രിസിറ്റി വെറുതെ കളയാൻ പാടില്ലാത്തതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ കൊടുക്കേണ്ട മേഖലയാണത്. വുളു എടുക്കുന്ന സഹോദരനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാ ഹാദ സറഫ് യാ സഅദ്, എന്തൊരു ധൂർത്താണ് സഅദേ വെള്ളം കൊണ്ട് കാണിക്കുന്നത്. അപ്പോ വുളു എടുക്കാനല്ലേ, വെള്ളമല്ലേ ഉപയോഗിക്കുന്നത്. കിട്ടാൻ അത്ര പ്രയാസമില്ലാത്ത സ്ഥലത്ത് നിന്ന് ആണ് വെള്ളം ഉപയോഗിക്കുന്നത്. ഒരു വരൾച്ചയുടെ കാലഘട്ടത്തിലല്ല പ്രവാചകൻ ഇത് പഠിപ്പിക്കുന്നത്. ഇല്ലാത്തത് കൊണ്ട് സൂക്ഷിക്കണമെന്നല്ല പഠിപ്പിക്കുന്നത്. മറിച്ച് വിഭവങ്ങളെ ഉപയോഗിക്കുന്നിടത്ത് ആവശ്യത്തിൽ കവിഞ്ഞ് ഉപയോഗിക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പൊ അതിശയോക്തിയോടുകൂടെ സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഫിൽ വുളൂഇ സർഫുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, വുളു എടുക്കുമ്പോൾ അമിതവ്യയമുണ്ടോ എന്നാണ്. വുളുവല്ല എടുക്കുന്നത്, നിസ്കരിക്കാനല്ല എടുക്കുന്നത്, സൽക്കർമ്മമല്ലേ, അതിനുവേണ്ടി വെള്ളം ഉപയോഗിക്കുന്നിടത്തും അമിതവ്യയം പാടില്ല എന്നൊരു നിയമമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിനെ വ്യക്തമാക്കി കൊണ്ട് പഠിച്ചു, ഇൻ കുൻത അലാ നഹ്രിൻ ജാർ. കണ്ടോ, ഒഴുകുന്ന അരുവിയിൽ നിന്നാണ് വുളു എടുക്കുന്നതെങ്കിൽ പോലും. അപ്പൊ ഒഴുകുന്ന അരുവിയിൽ നിന്ന് വുളു എടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിട്ടല്ല, വെള്ളം കിട്ടാത്തതിന് പ്രശ്നം ഉണ്ടായിട്ടല്ല, മറിച്ച് ആ വിഭവം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിൽ കവിഞ്ഞ് ഉപയോഗിക്കാൻ പാടില്ല. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളം എന്ന് മാത്രമല്ല, എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കുന്നിടത്ത് ഈ സൂക്ഷ്മത നമുക്കുണ്ടാകണം. അത് ഏതൊക്കെ ഒക്കേഷനുകൾ വന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. കല്യാണമായാലും അതുപോലത്തെ സൽക്കാരങ്ങളായാലും നമ്മൾ സ്വയമേ തന്നെ വാങ്ങുകയും ചിലവഴിക്കുന്നതിലും ആയാലും ഒക്കെ അന്യായമായി അമിതവ്യയമായി ഒരു കാര്യം മാറുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, 4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയും തൃപ്തികരമായി മറുപടി കൊടുക്കപ്പെടുകയും ചെയ്യാതെ ഒരു മനുഷ്യന്റെ കാൽപാദങ്ങൾ പരലോകത്ത് വെച്ച് മുന്നോട്ട് വെക്കുക സാധ്യമല്ല. അതിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾ എവിടെ നിന്നാണ് സമ്പത്ത് സമ്പാദിച്ചത്, അതുപോലെ തന്നെ എവിടെയാണ് അത് ചെലവഴിച്ചത്. അപ്പൊ സമ്പത്ത് സമ്പാദിക്കുന്നിടത്ത് ഹലാൽ ഹറാം നോക്കുന്നത് പോലെ തന്നെ ഇത് ചെലവഴിക്കുന്നിടത്തും ന്യായാന്യായങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുകയും തൃപ്തികരമായ മറുപടി റബ്ബിന്റെ മുന്നിൽ പറയുകയും ചെയ്യാതെ നമുക്ക് കാലടി മുന്നോട്ട് വെച്ച് പോവുക സാധ്യമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ആത്മീയമായ കാര്യമാണ്. ദീനാണ്. ചെലവഴിക്കൽ അമിതവ്യയമാകരുത്, മിതമായിട്ടാകണം, ആവശ്യത്തിനാകണം എന്നത് ദീനാണ്. ആ ബോധ്യത്തോടു കൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ അമിതവ്യയത്തിന് കൊടുക്കുന്ന ഒരു നിർവചനമുണ്ട്, അത്തബ്ദീർ അൽ ഇൻഫാഖു ഫീ ഗൈരി ഹഖിൻ. ഹക്കല്ലാത്തടുത്ത് ചെലവഴിക്കുക എന്നതാണ് തബ്ദീർ. ആവശ്യത്തിന് 10,000 ചെലവഴിച്ചാലും 1,00,000 ചെലവഴിച്ചാലും അത് ധൂർത്തായി എണ്ണുകയില്ല. അതേസമയം അനാവശ്യമായി ചെലവഴിക്കുന്നത് 1 രൂപയാണെങ്കിലും അത് അന്യായത്തിന്റെയും അമിതവ്യയത്തിന്റെയും പട്ടികയിൽ പെടുത്താൻ പറ്റും. അതാണ് അദ്ദേഹം പഠിപ്പിച്ചത്, അൽ ഇൻഫാഖു ഫീ ഗൈരി ഹഖിൻ. ഹക്കല്ലാത്തടത്ത് ചെലവഴിക്കുക എന്നതാണ് അമിതവ്യയത്തിന്റെ നിർവചനം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ സ്വന്തത്തോട് ചോദിക്കേണ്ടതാണ്, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമ്പത്ത് മാത്രമല്ല പോകുന്നത്, കിട്ടുന്നത് ആളുകളുടെ ഇടയിലുള്ള ഒരു സംസാരവും പുകഴ്ത്തലും ഒക്കെ ആണെങ്കിലും റഹ്മാനായ റബ്ബ് വെറുക്കുന്ന കാര്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബറക്കത്തുണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 3-ാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു, കസറത്തു സുആൽ, ഒഴിവാക്കണം, ധാരാളമായ ചോദ്യങ്ങൾ ഒഴിവാക്കണം. അഥവാ ദീനുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ആവശ്യമായ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നിർവഹിച്ചു പോകാൻ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ സംശയങ്ങളായി ചോദിക്കേണ്ടത്. പലപ്പോഴും ചോദ്യം ചോദിക്കുക എന്നിടത്ത് ആളുകളുടെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കാൻ പറ്റുക, ഒഴിവാക്കി കിട്ടുക, ആ നിലക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാനാണ് പരിശ്രമിക്കുക. ഇപ്പൊ സക്കാത്ത് കൊടുക്കുന്നിടത്ത്, അതല്ലെങ്കിൽ നിസ്കാരം നിർവഹിക്കുന്നിടത്ത്, ഇങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട് നമ്മൾ ബാധ്യതകൾ നിർവഹിക്കുന്നിടത്ത് എവിടെയാണോ ഒരു ഇളവ് കിട്ടാൻ സാധ്യതയുള്ളത് ആ നിലക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ജീവിതവുമായി, നമ്മുടെ ദീനുമായി, നമ്മുടെ ഇബാദത്തുകളുമായി ബന്ധപ്പെടുന്നതല്ലെങ്കിലും അതുമായി ഏതെങ്കിലും നിലക്ക് റിലേറ്റ് ചെയ്യുന്നതൊന്നും അല്ലെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുക. ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഉത്തരം മുട്ടിക്കണമെന്നോ അല്ലെങ്കിൽ കുഴപ്പിക്കണമെന്നോ ഒന്നതൊക്കെ ആയിത്തീരുക. അതല്ലാതെ ഒരാള് ദീനുമായി ബന്ധപ്പെട്ട് അവന്റെ ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട് പരിസരവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, അലം യകുൻ ശിഫാഉൽ അയ്യി അസ്സുആൽ. അറിവില്ലായ്മയുടെ ശിഫാ, അതിന്റെ രോഗത്തിന്റെ ശമനം എന്ന് പറയുന്നത് എന്താണ്? ചോദിക്കലാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാൻ മടിക്കാൻ പാടില്ല എന്നാ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, അൻസാരികളായ സ്ത്രീകൾ, മുഹാജിറുകളായ ഞങ്ങളെക്കാൾ പ്രവാചകനോട് കാര്യങ്ങൾ ചോദിക്കുന്നതിന് കുറവായിരുന്നു. അവർക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ട മസലകൾ പ്രവാചകനോട് ചോദിക്കുന്നതിന് അവർക്കൊരു ലജ്ജ അങ്ങനെ തോന്നാറില്ല. അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് അറിവ് നേടുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ അരികിൽ വന്ന് അത് ചോദിക്കുന്നതിന് ഒരു ലജ്ജ കുറവ്, പിന്നെ അങ്ങനത്തെ ഒരു പ്രയാസം ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കില്ല
എന്ന് പറയുമ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ അത് സൂചിപ്പിച്ചത്. അതുകൊണ്ട് ദീനുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇബാദത്തുകളുമായി കണക്ട് ചെയ്ത ചോദ്യങ്ങൾ ബാധിക്കുമെങ്കിൽ ചോദിക്കണം. ചോദിച്ച് അറിവില്ലായ്മയെ തിരുത്തി പോകണം. എന്നാൽ അപ്പോൾ തന്നെ വസ്വാസ് ഉണ്ടാക്കുന്ന തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുക, അത് നമ്മുടെ ഇഖ്ലാസിനെ മറികടന്ന് അത് നിർവഹിക്കാനും ഉൾക്കൊള്ളാനും എന്ന ചിന്തക്കപ്പുറത്ത് നിന്ന് ചോദ്യം ചെയ്യുക ആരംഭിച്ചാൽ അത് ചെന്നവസാനിക്കുക ഇസ്ലാമിനെയും ദീനിനെയും ഒക്കെ നിഷേധിക്കുന്നിടത്തായിരിക്കുമെന്നത് അതിന് പ്രകൃതമാണ് എന്നർത്ഥം. അതുകൊണ്ട് മുൻഗാമികളായ ആളുകളെ നശിപ്പിച്ചതിന്റെ കാരണം പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അവർ അമ്പിയാക്കളെ തള്ളിക്കളയുന്നത് പോലെ തന്നെ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചു. ചോദ്യത്തിന്റെ ഉദ്ദേശം നിഷ്കളങ്കമായിരുന്നില്ല. അവർക്ക് ലൂസാകണം, ദീനിന്റെ നിയമങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരണം, എങ്ങനെയെങ്കിലും ഒക്കെ ഒഴിവാകണം. അതിനുവേണ്ടി അവർ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതവരെ നശിപ്പിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വെറുതെ കാര്യങ്ങൾ ചോദിക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. മറ്റൊരു നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനമാണ് മുൻകറാത്തുൽ അഖ്ലാഖിൽ ഏറ്റവും പ്രധാനമായി എണ്ണുന്ന കാര്യമാണ് അഹങ്കാരം. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദബ്ബത്തിൻ മിനൽ കിബ്ർ. ഒരണുമണി തൂക്കം അഹങ്കാരം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടെങ്കിൽ പിന്നീട് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ആ അഹങ്കാരത്തിന്റെ ഏതെങ്കിലും നിലക്കുള്ള മേമ്പൊടികൾ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അഹങ്കാരം? അഹങ്കാരം എന്ന് പറഞ്ഞാൽ ആളുകളെ ഉൾക്കൊള്ളാതിരിക്കുക, സത്യത്തെ ഉൾക്കൊള്ളാതിരിക്കുക. അതാണ് അഹങ്കാരത്തിന്റെ നിർവചനമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അൽ കിബ്റു ബത്റുൽ ഹഖി വ ഗംതുൻ നാസ്. സത്യം ഇതാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അത് സ്വീകരിക്കാതിരിക്കുക, ആളുകളെ നിരാകരിക്കുക, അവരെ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ആളുകളോട് പെരുമാറുക. ഖുർആൻ പറഞ്ഞല്ലോ, നിന്റെ കവിള് എന്താക്കാൻ പാടില്ല, ആളുകളെ പുച്ഛിച്ചുകൊണ്ട് നിന്റെ കവിള് നീ മാറ്റി തിരിച്ചു കളയരുത് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉപദേശങ്ങൾ കൊടുക്കുന്നിടത്ത് ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരും നിസാരക്കാരല്ല, ആരെയും തള്ളിക്കളയാൻ പാടില്ല, ആരെയും നിരാകരിച്ചു പോകാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല. അവനേക്കാൾ മെച്ചാണെന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഞാൻ അവനൊന്നും കേൾക്കേണ്ടതില്ല, അവനൊന്നും വകവെക്കേണ്ടതില്ല, അവനൊന്നും ഞാൻ വിഷയാക്കേണ്ടതില്ല എന്ന് നമ്മളെ മനസ്സിനെ തോന്നിപ്പിക്കുന്നത് എന്താണ്? സമ്പത്താണോ? തറവാടിത്തമാണോ? അതല്ല സൗന്ദര്യമാണോ? അതല്ല നമുക്കുള്ള സ്ഥാനമാനങ്ങളാണോ? ഇതൊക്കെ ദുനിയാവിൽ നമുക്ക് ഉറച്ചൊരു മണിക്കൂർ കിട്ടുമെന്ന് ഉറപ്പ് പറയാൻ ആർക്കാണ് പറ്റുക? നമ്മുടെ സമ്പത്ത് ഒരു മണിക്കൂറെങ്കിലും നമ്മുടെ കയ്യിൽ അങ്ങനെ തന്നെ നിശ്ചലമായി നിൽക്കുമെന്ന് പറയാൻ ആർക്കാണ് ഉറപ്പ് പറയാൻ പറ്റുക? നമ്മുടെ തറവാടിത്തം അത് നശിച്ചു പോകാൻ നമ്മൾ തന്നെ മെനക്കെടണമെന്നില്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരണമെന്നില്ല നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേര് വരാൻ. ഏതോ ഒരു മനുഷ്യൻ, നമ്മുടെ കുടുംബത്തിൽപ്പെടുന്ന ഏതോ ഒരാൾ കളങ്കപ്പെടുത്തിയാൽ തീരാവുന്ന അത്ര പവിത്രതയെ തറവാടിത്തത്തിനുള്ളൂ. എല്ലാത്തിനും അങ്ങനെയുള്ളൂ. ഈ സൗന്ദര്യം ഇങ്ങനെ തന്നെ നിലനിൽക്കുമെന്ന് നമ്മൾ ആരും കരുതേണ്ടതില്ല, അത് സംഭവിക്കുകയുമില്ല. അതുകൊണ്ട് ദുന്യവിയായ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ മെച്ചമാണ് മറ്റവനേക്കാൾ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഒന്ന് കണ്ണടച്ച് ചിന്തിക്കുക. ആ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ അതൊക്കെ നഷ്ടപ്പെടാൻ മാത്രമേ ആയുസ് അതിനൊക്കെയുള്ളൂ. സമ്പത്തിനാണെങ്കിലും തറവാടിത്തത്തിനാണെങ്കിലും പേരിനാണെങ്കിലും സൽപ്പേരിനാണെങ്കിലും സൗന്ദര്യത്തിനാണെങ്കിലും സ്ഥാനമാനങ്ങൾക്കാണെങ്കിലും അത്രമാത്രം ആയുസ്സേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആരെയും നമ്മൾ നിരാകരിക്കാൻ പാടില്ല, ആരെയും കൊച്ചാക്കി കാണാൻ പാടില്ല, ആരോടും അവനേക്കാൾ വലുതാണ് ഞാൻ എന്ന മനോഗതിയിൽ നമ്മൾ പെരുമാറാൻ പാടില്ല. നമ്മൾ വിചാരിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് അവനെക്കുറിച്ചാണ്, ഇവനെക്കുറിച്ചാണ്, ഇയാളെ പറ്റിയാണ് എന്നല്ല സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പറയുന്ന സ്വഭാവ വിശേഷണങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നമുക്കുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ആളുകളോട് പെരുമാറുന്നിടത്ത്, അയൽവാസികളോടും സഹപ്രവർത്തകരോടും മക്കളോടും ഒക്കെ പെരുമാറുന്നിടത്ത് ഈ മനോഗതി നമുക്കുണ്ടോ? അല്ല, ഓൻ എന്നെക്കാളും കുറച്ചൊക്കെ താഴ്ന്നവനാണ് എന്ന മനോഗതിയിൽ ഒരു വാക്ക് പറഞ്ഞാൽ ആ വിചാരം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനാണ് കിബിർ എന്ന് പറയുന്നത്. അത് അണുമണിത്തൂക്കം നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ സ്വർഗപ്രവേശനം പറ്റില്ല, അവന് സാധ്യമല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അവ ഇത്ര ഗൗരവമുള്ള വിഷയമാണ് എന്ന് നമ്മൾ സ്വയമേ ചിന്തിക്കണം. അതിന്റെ അടയാളത്തെക്കുറിച്ച് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഖാല ലാ യൻദുറുല്ലാഹു ഇലാ മൻ ജറ സൗബഹു ഖിയല. അഹങ്കാരത്തോടുകൂടെ ഞാൻ എന്തോ ആണ് എന്ന് കരുതി വസ്ത്രം ധരിച്ച് അത് നെരിയാണിക്ക് താഴേക്ക് വലിച്ചേച്ച് നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അവനെ പരലോകത്ത് നോക്കുകയില്ല. എങ്ങനത്തെ നോട്ടാണത്? നോക്കുകയില്ല എന്ന് പറഞ്ഞാൽ റഹ്മത്തിന്റെ നോട്ടം അവനെ നോക്കുകയില്ല. വിചാരണക്ക് വിളിക്കും, പക്ഷെ റഹ്മാനായ റബ്ബ് അവന്റെ റഹ്മത്ത് പ്രകടമാക്കി അവന്റെ അടിമകളെ ചേർത്ത് പിടിക്കുന്ന സമയവും നോട്ടവും ഉണ്ട്. ആ നോട്ടത്തിന് അർഹനല്ലാതെ അവനെ മാറ്റി നിർത്തപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ? അവൻ അഹങ്കാരത്തോടു കൂടെ വസ്ത്രം താഴെക്കൂടെ വലിച്ചയച്ചവനാണ്. എന്താ അതുകൊണ്ട് കിട്ടുക? വസ്ത്രം നെരിയാണിക്ക് താഴേക്ക് ഇട്ടു എന്നതുകൊണ്ട് എന്താ നമുക്ക് കിട്ടുക? എന്താണ് ഇവിടെ ദുനിയാവിൽ നമുക്ക് അതുകൊണ്ട് ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുക? യഥാർത്ഥത്തിൽ അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാൻ നമുക്കില്ല.
നേടുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ ക്ഷണികമായ കാര്യമാണ്. ആളുകളൊക്കെ നമ്മളെക്കുറിച്ച് വലിയ എന്തോ ആണ് എന്ന് പറയുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ, ഓന് ഡ്രസ്സിംഗ് ഒക്കെ ഭയങ്കര സൂപ്പറാണ് എന്ന് ആളുകൾ പറയുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ, അതല്ല അങ്ങനെ ധരിക്കുന്നത് കൊണ്ട് നമ്മൾ എന്തോ ആണ് എന്ന് നമുക്ക് സ്വയമേ തോന്നുന്നുണ്ടെങ്കിൽ, ഇനി അതിന് മറിച്ചൊരു ചിന്ത, നിര്യാണിക്ക് മുകളിലേക്ക് ഇട്ടാൽ ഞാൻ എന്തോ കുറഞ്ഞു പോകുമെന്ന് നമുക്ക് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഈ തോന്നലുകളും വിചാരങ്ങൾക്കുമൊക്കെ അല്പായുസേ ഉള്ളൂ. നൈമിഷികമായ ആയുസ് മാത്രമേ അത്തരം വിചാരങ്ങൾക്കും തോന്നലുകൾക്കുമുള്ളൂ. ആ ആയുസ് അവസാനിക്കുന്നിടത്ത് തുടങ്ങുന്ന യാഥാർത്ഥ്യമായ ജീവിതത്തിൽ റഹ്മാനായ റബ്ബിന്റെ കാരുണ്യത്തിന്റെ തിരുനോട്ടത്തിൽ നിന്ന് അവർ ഉപേക്ഷ വരുത്തുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നത് എത്ര ഗൗരവമുള്ള കാര്യമാണ്. അത് അഹങ്കാരത്തിന്റെ ഒരു ഭാഗമായി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വസ്ത്രം ധരിക്കുന്നിടത്ത് തന്നെ ഒരു കിബറിന്റെ അടയാളമാണ് ആളുകൾ കാണാൻ വേണ്ടി വസ്ത്രം ധരിക്കുക. അത് വളരെ ഗൗരവത്തിൽ നിശിതമായി വിമർശിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പിന്നെ ആളുകൾ എന്നിലേക്ക് ശ്രദ്ധിക്കട്ടെ എന്ന് കരുതി വസ്ത്രം ധരിക്കുക. ആണായാലും പെണ്ണായാലും ആളുകളിൽ നിന്ന് വ്യത്യസ്തനായി എന്നെ നാലാള് ശ്രദ്ധിക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നാണ്. ശുഹൂറത്തിന്റെ വസ്ത്രം, പ്രസിദ്ധിയാകാൻ വേണ്ടി ധരിക്കുന്ന വസ്ത്രം, എല്ലാവരും ധരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു ഡ്രസ്സ് ധരിച്ച് ആളുകൾക്കിടയിലേക്ക് പോയാൽ ഒരു അറ്റൻഷൻ കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ വസ്ത്രം ധരിക്കാതിരിക്കുകയാണ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മുടെ ജീവിതവുമായി ഇടപെടുന്നിടത്ത് അല്ലെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെടുന്നിടത്ത് വളരെ സൂക്ഷ്മമായി റഹ്മാനായ റബ്ബിനെ കാരുണ്യത്തിന്റെ നോട്ടവും കാരുണ്യത്തിന്റെ അടുപ്പവും ഇല്ലാതാക്കി കളയുന്ന, അവന്റെ വെറുപ്പും അവന്റെ ഇഷ്ടക്കേടും സമ്പാദിക്കാൻ വിധത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറിക്കണം. റഹ്മാനായ റബ്ബ് അത്തരം പ്രയാസകരമായ അവസ്ഥകളിൽ നിന്ന്, അവന്റെ വെറുപ്പും അവന്റെ ഇഷ്ടക്കേടും സമ്പാദിക്കുന്നവരിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ യാ അയ്യുഹന്നാസ് ഊസിക്കും വഇയ്യായ സനിയം ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളെയും സ്വഭാവങ്ങളെയും ഒക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി പരിശ്രമവും പ്രാർത്ഥനയും ഉണ്ടാകണം എന്നതാണ് സൂചിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അതദ്റൂന മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പർ എന്ന് നിങ്ങൾക്കറിയുമോ? അപ്പം ആരാണ് പാപ്പർ? സ്വാഭാവികമായും പാപ്പർ എന്ന് പറഞ്ഞാൽ പണമില്ലാത്ത ആളുകൾക്കാണ് നമ്മൾ പാപ്പരാസി, പാപ്പർ എന്നൊക്കെ പറയാറുള്ളത്. സ്വഹാബികൾ പറഞ്ഞു, അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മത്താ, കയ്യിൽ പണം അല്ലെങ്കിൽ ഒരു വിഭവമൊന്നും ഇല്ലാത്തവരാണ് പ്രവാചകരെ പാപ്പർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്തിൻ, എന്നാൽ മുഫ്ലിസ് എന്ന എൻ്റെ ഉമ്മത്തിലെ പാപ്പർ എന്ന് പറയുന്നത് ആരാണ്? അവൻ പരലോകത്തേക്ക് കടന്നു വരും, അവൻ നിസ്കാരമുണ്ട്, അവന് നോമ്പുണ്ട്, അവന് സക്കാത്തുണ്ട്, പക്ഷേ പക്ഷെ അവൻ വരും, അവന്റെ സ്വഭാവത്തിൽ ഇന്നവന്റെ ഹക്കോൻ പിടിച്ചു പറിച്ച് തിന്നിട്ടുണ്ട്, ഇവനെ അവൻ വേദനിപ്പിച്ചിട്ടുണ്ട്, ഇന്ന ആളെ പ്രയാസപ്പെടുത്തി പീഡിപ്പിച്ചിട്ടാണ് അവൻ വിടുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫയുഅതി ഹാദാ മിൻ ഹസനാതിഹി വഹാദാ മിൻ ഹസനാതിഹി, അപ്പൊ അവന്റെ നന്മൊക്കെ എടുത്തിട്ട് ഈ പീഡിപ്പിക്കപ്പെട്ടവരുടെ കയ്യിലേക്ക് ഇവന്റെ നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ എടുത്തു കൊടുക്കുന്ന, അപ്പൊ പിന്നെ അവനാണ് പാപ്പർ. സമ്പാദിച്ചിട്ടുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിസ്കരിച്ചു, നോമ്പ് നോറ്റു, സക്കാത്ത് കൊടുത്തു, ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന വിഭാഗം ആളുകളുണ്ട്. എന്താ കാരണം? അവന്റെ നാവും അവന്റെ സ്വഭാവവുമാണ് കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു സ്വഹാബി വന്നിട്ട് ഒരു സ്ത്രീയെ പറ്റി ചോദിച്ചു. അവർ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കും, അവർ പകല് നോമ്പ് നോക്കുകയും ചെയ്യും, പക്ഷേ അയൽവാസിയായ ആളുകളെ നാവ് കൊണ്ട് ഉപദ്രവിക്കും. എന്താണ് പ്രവാചകരെ അവരുടെ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖൈറ ഫിഹ, അവളിൽ ഒരു നന്മയുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ടായി. എന്താ? പകൽ മുഴുവൻ നോമ്പ് അനുഷ്ഠിക്കുന്നവർ, രാത്രി നിന്ന് നിസ്കരിക്കുന്നവരാണ്. അതൊക്കെ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, അല്പം സഹനമുണ്ട്. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സുബഹിക്ക് എഴുന്നേൽക്കാൻ തന്നെ നമുക്ക് പ്രയാസമുണ്ട്. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കൂടെ ചെയ്യണമെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടാണ് അത് പുലർത്തിക്കൊണ്ടുപോരുന്നത്. പക്ഷേ അത് പാലിക്കുമ്പോൾ തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളെ നാവ് കൊണ്ട് വെറുപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നു, പീഡിപ്പിക്കുന്നു, അവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തുന്നു, അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നു. അത് ചില്ലറ കാര്യമല്ല. അവന്റെ മുഴുവൻ ഇബാദത്തുകളും പൊളിഞ്ഞു പോകാൻ, പാപ്പരായി പോകാൻ മാത്രം പോകുന്ന പ്രവർത്തനമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ നാവ് കൊണ്ട് മറ്റൊരാൾ വേദനിക്കുന്നില്ല എന്ന് ഉറപ്പ് പറയാൻ നമുക്ക് പറ്റണം. ചിലപ്പോൾ നമുക്കത് വളരെ നിസാരമായ തമാശയായിരിക്കും. നമ്മൾ ജോലി ചെയ്യുന്നിടത്തും പരിസരത്തും ഒക്കെ ചിലപ്പോൾ ചില ആളുകളുണ്ടാകും, അവരെല്ലാവരുടെ നാവ് കൊണ്ടും ക്രൂശിക്കപ്പെടുന്ന ആളുകളായിരിക്കും. അപ്പൊ അവരെങ്ങനെ
ചാഞ്ഞെടുക്കുന്ന മരത്തിലേക്ക് ഓടിക്കയറുക എന്ന് പറയുന്നത് പോലെ അവനോ അവളോ അവരെ കുറിച്ച് ഇങ്ങനെ കഥ പറയുക, അവരെ കുറിച്ച് ഇങ്ങനെ പീഡിപ്പിക്കുക, അവരെങ്ങനെ പ്രയാസപ്പെടുത്തുക, അത് അവനും പ്രശ്നമല്ല, കേൾക്കുന്നവർക്കും പ്രശ്നമല്ല എന്നൊക്കെ നമുക്ക് തോന്നാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നൽ അബ്ദ യതകല്ലമു ബിൽ കലിമ, ഒരു വാക്ക് കൊണ്ടൊരു മനുഷ്യൻ സംസാരിക്കും, അത് അത്ര വലിയ കാര്യമാണ് എന്ന് അവൻ വിചാരിക്കുന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ കോടതിയിൽ ആ വാക്കുകൊണ്ട് അവൻ സ്വർഗത്തിലും നരകത്തിലും എത്തുമെന്നാണ്. സ്വർഗത്തിലേക്ക് എത്താനും ചിലപ്പോൾ ഒരു വാക്ക് മതി. ലാ യുബാലി, അത് വലിയ കാര്യമായി അവൻ കാണാത്തൊരു വാക്കാണ്, ഒരു ദിക്റാണ്, ഒരു ദുആ ആണ്, ഒരാളെ ആശ്വസിപ്പിക്കുന്ന വാക്കാണ്, ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചൊരു വാക്കാണ്. അത് മതിയാകും അവന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എന്നതുപോലെ ഒരു വാക്ക് മതിയാകും. അത് പറയുന്നിടത്ത് വലിയ കാര്യമായി അവൻ കരുതിയിട്ടില്ല പറഞ്ഞവൻ. പക്ഷേ ആ വാക്കൊരാളെ വേദനിപ്പിച്ചുവെങ്കിൽ ആ വേദനയും പീഡനവും അഭിമാനത്തിന്റെ ക്ഷതവും കൊണ്ട് അവൻ മരണപ്പെടുന്ന അവസ്ഥയിലേക്ക്, മരണപ്പെടുന്നത് വരെ ഒരു പൊരുത്തപ്പെടിക്കാൻ അത് പറ്റിയിട്ടില്ല എങ്കിൽ ഒരു പക്ഷെ ആ വാക്ക് മതിയാകും അവന്റെ നരകത്തിന് രജിസ്റ്റർ ചെയ്തു വെക്കാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വാക്കുകൾ ഉപയോഗിക്കുന്നിടത്ത്, സംസാരിക്കുന്നിടത്ത്, ആളുകളോട് പെരുമാറുന്നിടത്ത് അതീവമായ സൂക്ഷ്മത നമുക്ക് വേണം. അത് നമ്മുടെ നന്മകളെ കെടുത്തിക്കളയാൻ മാത്രം പോകുന്ന വലിയ ദുരന്തമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നല്ലത് മാത്രം സംസാരിക്കുക, ആളുകളോട് ഇടപെടുമ്പോൾ നല്ലത് മാത്രം പറയുക എന്നത് സ്വഭാവമാക്കി മാറ്റണം. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള പാപങ്ങൾ നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. അള്ളാഹുവേ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്, അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഈ ഈമാനോടുകൂടെ പരീക്ഷണങ്ങൾ നേരിടാൻ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സമുദായ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് ചേർക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا ولوالدينا من النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين.